സാധാരണ രീതിയിൽ കൗൺസിലിങ്ങിനെ നമ്മൾ ഭയത്തോടു കൂടിയാണ് കാണുന്നത്. അതിന്റെ റീസൺ, കൗൺസിലിങ്ങിന് പോയി എന്ന് നാട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ, ബന്ധുമിത്രാദികൾ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ള ഭയം കാരണമാണ്. ശരിക്കും അങ്ങനെ ഒരു ഭയത്തിന്റെ ആവശ്യമില്ല. അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഭയമുണ്ടെങ്കിലും പലപ്പോഴും വിദേശ രാജ്യങ്ങളെ സംബന്ധിച്ച് കുട്ടികളാണെങ്കിൽ പോലും ഐ റിയലി വണ്ട് ഗോ ഫോർ കൗൺസിലിംഗ് എന്ന് പറഞ്ഞ് പോകുന്ന ഒരു രീതി തന്നെയുണ്ട്. കൗൺസിലേഴ്സിന്റെ അടുത്ത് സ്കൂളിലായിക്കോട്ടെ, അല്ലെങ്കിൽ കോളേജിലായിക്കോട്ടെ, അതല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന കൗൺസിലേഴ്സ് ആയിക്കോട്ടെ, അവിടെയൊക്കെ അടുത്ത് പോകുന്ന രീതിയുണ്ട്. നമുക്ക് ആ കൾച്ചറിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്, എങ്കിലും കംപ്ലീറ്റ് ആയിട്ട് എത്തിയിട്ടില്ല. ശരിക്കും ഒരു കൗൺസിലറുടെ അടുത്ത് പോകുന്നത് എന്തിനാണ്? അപ്പൊ നമുക്ക് സന്തോഷമാണെന്ന് വിചാരിക്കുക. ആ സന്തോഷം നമുക്ക് ഒന്ന് എക്സ്പ്രസ് ചെയ്യണം. അതിന് നമുക്ക് ആരുമില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒരു കൗൺസിലറുടെ അടുത്തത് പോയി എക്സ്പ്രസ് ചെയ്യാം. ഇനി സങ്കടമുണ്ട്, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ട്, ഒരു പ്രശ്നമുണ്ട്, ഒരു സ്ട്രെസ് ഉണ്ട്, അതൊക്കെ നമുക്ക് ഒരു കൗൺസിലറുടെ അടുത്ത് കൃത്യമായിട്ട് എക്സ്പ്രസ് ചെയ്യുവാനും അതിനൊരു പരിഹാരത്തിലേക്ക് എത്താനും പറ്റും. പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ ഒരു കൗൺസിലറെ കാണുന്ന ഒരു കൾച്ചർ നമുക്ക് ഉണ്ടായി വരണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നം കൗൺസിലർക്ക് നേരത്തെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. പലപ്പോഴും ഇന്നത്തെ കാലത്ത് എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സ്ട്രെസ് ഉണ്ടായി, അല്ലെങ്കിൽ പഠിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുണ്ടായി, അല്ലെങ്കിൽ ഫാമിലി ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂ ഉണ്ടായി, അതല്ലെങ്കിൽ ഓഫീസിലൊരു പ്രശ്നമുണ്ടായി, അല്ലെങ്കിൽ മാനസികമായിട്ട് വല്ലാത്തൊരു സമ്മർദ്ദം ഉണ്ടായി. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴാണ് ആൾക്കാർ എന്തിനു പോകുന്നത്, ഒരു കൗൺസിലിങ്ങിന് പോകുന്നത്. പക്ഷെ അതിനപ്പുറത്ത് നമ്മൾ അതിന് മുമ്പ് തന്നെ ഡിസൈഡ് ചെയ്യണം, ഞാനൊരു കൗൺസിലറെ കാണണം. കൗൺസിലറെ കണ്ടതിന് ശേഷം എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഒന്ന് അറിയണം, കൗൺസിലറോട് ഡിസ്കസ് ചെയ്യണം. ഞാൻ പോകുന്ന രീതികളൊക്കെ ശരിയാണോ എന്നൊരു കൗൺസിലറോട് ഡിസ്കസ് ചെയ്യണം. നമ്മൾ സാധാരണ മെഡിക്കൽ ചെക്കപ്പുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് നടത്തുന്ന ആൾക്കാരാണ്. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു കൗൺസിലറുടെ അടുത്ത് പോയിട്ട് നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ചിന്താഗതികളെ കുറിച്ചൊക്കെ അവരോട് സംസാരിക്കുന്ന സമയത്ത് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിനൊരു ഗൈഡൻസ് തരാൻ സാധിക്കും. ഇനി ഒരു കൗൺസിലറുടെ ഡ്യൂട്ടി പ്രധാനമായിട്ടും പലതായിട്ട് നമുക്ക് തിരിക്കാമെങ്കിലും പ്രധാനമായിട്ടും ഇനി പറയുന്ന കാര്യങ്ങൾ, നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രശ്നത്തിനൊരു സൊല്യൂഷൻ നമ്മളെ കൊണ്ട് തന്നെ എടുപ്പിക്കും. അതായത് ഒരു ക്ലയന്റ് വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ആ ക്ലയന്റിന്റെ ഉള്ളിൽ എല്ലാ കപ്പാസിറ്റിയും ഉണ്ട്. ആ കപ്പാസിറ്റി ഉപയോഗിച്ച് ആ ക്ലയന്റിനെ കൊണ്ട് തന്നെ ഡിസിഷൻ എടുപ്പിച്ച് ആ ക്ലയന്റിനെ കൊണ്ട് തന്നെ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തിക്കുന്ന ഒരു പ്രോസസ്സാണ് ശരിക്കും പറഞ്ഞാൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ കൗൺസിലിംഗിന്റെ ഭാഗമായിട്ട് ഗൈഡൻസ് ഉണ്ട്. അപ്പോൾ സെർട്ടൻ ലെവലിലുള്ള ഗൈഡൻസ്, അതൊരു പക്ഷേ കൗൺസിലറുടെ എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്തുകൊണ്ടായിരിക്കാം ആ ഗൈഡൻസ് തരും. ആ ഗൈഡൻസ് നമുക്ക് ഉപകാരപ്പെടും. അതോടൊപ്പം തന്നെ ഒരു കൗൺസിലർ പലപ്പോഴും തെറാപ്പികൾ കൂടി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അനുവാദമുള്ള വ്യക്തിയായിട്ട് മാറാറുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർട്ടൻ ലെവലിൽ ചില ഫോബിയാസ് ഉണ്ടാവുക, അതല്ലെങ്കിൽ ചില കോൺഫിഡൻസിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുക, അതല്ലെങ്കിൽ ചില അമിതമായിട്ടുള്ള സ്ട്രെസ് ഉണ്ടാവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ആ കൗൺസിലർ നിങ്ങൾക്ക് ചില തെറാപ്പികൾ തരും. അത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മെഡിറ്റേഷൻ ഒരു തെറാപ്പി ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ പോലും അത് നന്നായിട്ട് ഉപകരിക്കും. ആ തെറാപ്പി നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ പ്രശ്നത്തിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ കൗൺസിലർ എപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യം, നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ഒരു മൈൽഡ് ആയിട്ടുള്ള പ്രശ്നമാണോ, ന്യൂറോസിസ് ആണോ, അത് എന്തെങ്കിലും സിവിയർ ആയിട്ടുള്ള പ്രശ്നമാണോ എന്ന് ഡയഗ്നോസിസ് നടത്തിയിട്ട് നമ്മളെ കൃത്യമായിട്ട് നമുക്കൊരു ഗൈഡൻസ് തരും. അത് ചിലപ്പോൾ നമുക്ക് മെഡിക്കേഷൻ എടുക്കേണ്ടി വരും, ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും, മരുന്ന് കഴിക്കേണ്ടി വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഒരു കൗൺസിലർ പറഞ്ഞു തരും. മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞൊരു ഒരു കാര്യമുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന പ്രശ്നങ്ങൾ അത് ഏത് ലെവലിലാണ് എന്ന് കൃത്യമായിട്ട് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ നടത്തുന്നത്. അതൊക്കെ കൃത്യമായിട്ട് നടത്തി നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ, എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ടാണ് ഒരു കൗൺസിലറെ കാണാൻ പോകുന്നതെങ്കിൽ ആ പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് വേണമെന്ന് കൂടി ആര് പറഞ്ഞുതരും, കൗൺസിലർ പറഞ്ഞുതരും. അതുകൊണ്ട് കൗൺസിലറുടെ അടുത്ത് പോകുന്നത്, കൗൺസിലിങ്ങിന് പോകുന്നത് ഒരു തെറ്റായിട്ട് ഒരിക്കലും കാണരുത്. മറിച്ച് അത് ഒരു മെഡിക്കൽ ചെക്കപ്പ് നടത്തുക എന്നതുപോലെ തന്നെ ഒരു കൗൺസിലറുടെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ അദ്ദേഹത്തോട് അവതരിപ്പിച്ച്, അങ്ങനെ നമ്മൾ മെന്റലി പ്ലസ് ഫിസിക്കലി ഫിറ്റ് ആണ് എന്ന് ഒരിക്കൽ കൂടി പ്രൂവ് ചെയ്യുവാനുള്ള ഒരു അവസരമായിട്ട് എടുത്താൽ മതി. അതിന് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.